അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ അരീക്കോട് ആലക്കലാട്ടോ. ഇവിടെ രാവിലെ ഏകദേശം ഒരു 10 മണിയോടടുത്ത് ഇവിടെ വലിയൊരു അപകടം നടന്നു. വലിയ അപകട വാർത്തയാണ്. വലിയൊരു ദുരന്തം ഒഴിവായി. നമ്മൾ പഠിച്ചോളം ശുക്ർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ബസ് അവിടെ നിന്ന് കണ്ട് വരികയാണ്, കാറ് ആണ് ഇടിച്ചത്. സംഭവിച്ചപ്പോൾ 2 ആൾ ആശുപത്രിയിലാണ്. പിന്നെ ബസ്സിലെ ആൾക്കാർക്ക് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്. ഒരാളെ പരിക്കാണ് കുറച്ച് ഗുരുതരമായിട്ടുള്ളത്. ഇനോവൻ്റെ ഡ്രൈവറാണ്. ഇതാണ് സംഭവം. ഇനോവ കാളിയാവുമായിരുന്നാ. എല്ലാവരും വളരെ അവസരം നാട്ടുകാരാണ് വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് ആൾക്കാരൊക്കെ ഏർപ്പെടുത്തിയത്. ഇവിടെ ഈ അപകടം കണ്ടാൽ തന്നെ അറിയാലോ, വലിയൊരു ദുരന്തം ഒഴിവായതാണ്. അല്ല, ഞാനൊരു ജനപ്രതിനിധിയല്ലേ, നാട്ടിൽ സംഭവം ഉണ്ടാവും പിന്നെ എല്ലാവരും വിളിക്കുമല്ലോ. വിളിച്ചിരുന്നു ആൾക്കാർ. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ നാടും അല്ലെങ്കിൽ കഴിച്ചിലായത് അല്ലേ? സത്യമായിട്ടും മറ്റവർക്ക് വേഗം സുഖമാകട്ടെ പ്രാർത്ഥിക്കാം. ബസ്സിലെ ആൾക്കാരെ ഫുള്ള് ആംബുലൻസ് കൊണ്ടുപോയി. പിന്നെ വണ്ടി കിട്ടാൻ ആംബുലൻസ് നേരം വൈകം കഴിയുമ്പോൾ ഒരു ഗുഡ്സിലാണ് കൊണ്ടുപോയത്. കാറിലെ ഡ്രൈവർക്ക് നല്ല പരിക്കുണ്ട്. നമ്മൾ കണ്ടപ്പോൾ ഇവിടെ തല പൊട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം വണ്ടിയിൽ ഇരുന്നാണ്. വണ്ടി ഡോറൊക്കെ പൊട്ടി എല്ലാവരും കൂടി നമ്മളൊക്കെ ചെക്കന്മാരെ കൂടാണ്ട് ഡോർ ഇതാക്കിയാണ് എടുത്തത്. നിങ്ങളെ സംഭവം നടന്ന ഉടനെ നമ്മൾ ഒരു 10:14 10:13 ഈ കുരിക്കൾ പാസിൽ 10:15 പൂങ്കൂടി എത്തുന്ന ബസ്സാണ്. നമ്മൾ അറിയുന്ന ബസ്സാണ്. നമ്മൾ ചങ്ങായി ഡ്രൈവറാണ്. ഒന്നില്ല, ഇനി വേറെ ഡ്രൈവറായി. നിങ്ങൾ രക്ഷാപ്രാപ്തത്തെ കൂടിയ ആളാണ്. ബസ്സിലുള്ളവർക്ക് പരിക്കുന്നുണ്ട്. ബസ്സിലെ പരിക്ക് അവിടെ ഇവിടെ പൊട്ട് ചുണ്ട് പൊട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ 3 ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ ആ ആംബുലൻസ് വരാൻ വൈകിക്കൊണ്ടാണ് മറ്റേ പോലെ ഗുഡ്സിൽ കൊണ്ടുപോയത്. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു കാറിൽ. കുട്ടിക്ക് എല്ലാ പരിക്കൊന്നുമില്ല. എല്ലാ ഡ്രൈവർക്കും അറിയാം എവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മദർ ഹോസ്പിറ്റലിൽ. ഗുരുതര പരിക്കുകൾ ഡ്രൈവർക്ക് മാത്രമേ ഉള്ളൂ. ഗുരുതര പരിക്ക് ബസ്സിലുള്ളവർക്കില്ല. ബസ്സിലെ ആൾക്ക് ചെറുതായിട്ടുള്ള പരിക്കുകൾ. അപ്പോൾ വലിയൊരു അപകടം ഒഴിവായി. അതിന് കാരണം എന്താ നിങ്ങൾക്ക് അറിയാം? കാരണം എന്താ വെച്ചാൽ ഞാനപ്പോഴെ വന്നിട്ട് ഇപ്പോൾ വന്നപ്പോഴാണ് അന്വേഷിച്ചത്. ഇവിടെ ബസ് ഈ സൈഡിലുണ്ടായിന്. കാർ അവിടെ നിന്നിട്ട് വരുമെന്ന് പറഞ്ഞത്. കോഴിക്കോട് എടവണ്ണപ്പാറ വന്നാണ് ഇന്നോവ വരുന്നത്. ബസ് അരീക്കോട് നിന്ന് എടവണ്ണപ്പാറക്ക് പോകണം. ബസ്സിൻ്റെ CCTV ദൃശ്യമൊക്കെ നമുക്ക് കിട്ടീന്. അപ്പോൾ ഈ ഇന്നോവ കാറിൻ്റെ നേരെ എതിർ സൈഡിൽ കൂടെ ഒരു ബൈക്ക് കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നോവ പിന്നെ വെട്ടിച്ചെടുത്താന്നൊക്കെ പറയുന്നത്. അത് നമുക്കറിയില്ല. നമ്മളപ്പോഴൊരു അർജൻറ്റായിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയിന്. അപ്പോഴാണ് ഇത് കണ്ടത്. നമ്മളിവിടുന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പോയത്. എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് പോയത്. അപ്പോൾ വലിയൊരു ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ നിങ്ങൾക്ക് പങ്കാളിയാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ബസ് അപകടം കഴിഞ്ഞ ഉടനെ അത് നടന്ന അടുത്തുള്ള വീടാണ്. അപ്പോൾ ഈ അപകടം കഴിഞ്ഞ ഉടനെ രക്ഷാപ്രവർത്തനത്തിൽ ഓടിയെത്തിയ ഇക്കങ്ങളുടെ പേരെന്താ? എൻ്റെ ഷറഫുദ്ദീൻ. ഇക്ക എന്താ ശരിക്കും സംഭവിച്ചത് നിങ്ങൾക്ക് അറിയോ? അതിപ്പോൾ ഞങ്ങളെ CCTV കാണുന്നത് ബൈക്കിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇന്നോവ പോണതാണ് പോയി കാണുന്നത്. അപ്പോൾ തന്നെ ബസ് അരീക്കോട് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരല്ലേ, അതിലിടിച്ച് പിന്നെ ബസ് അങ്ങോട്ട് പോകുന്ന കാണുന്നത്. കൊണ്ട് ഒരു ഭാഗത്താണ് പോയത്. അതായത് ബസ്സിൻ്റെ ഫ്രണ്ടിലെ വലതു ഭാഗത്തെ വീല് പൊട്ടി. അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് വലതു ഭാഗത്തൊക്കെ പോയി ചാടി. ഈ ഒരു എത്ര സമയമായിരുന്നു ആ സമയം? ഒരു 9:45. 9:45. ആ സമയത്ത് ആ ഒരു സമയത്ത് ഒരു രംഗം എങ്ങനെ ആയിരുന്നു ഇത് സംഭവിച്ചപ്പോൾ? അപ്പം ഞാൻ മറ്റേ ഇവിടെ വീടിൻ്റെ ഉള്ളിലായിരുന്നു. അങ്ങനെ ഓടി വന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ട് അങ്ങനെ ആളുകളൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞോ? പിന്നെ ബസ്സിലുള്ളവർക്ക് ഒരു കുഴപ്പമില്ല. ബസ്സിലെല്ലാവരും ശരിക്കും ഇറങ്ങി വന്നേ. അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ചെറിയ ചെറിയ സ്ക്രാച്ച് ഉള്ളവർ എല്ലാം കൂടെ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത്. നിങ്ങൾ പേരെന്തൊക്കെ? എൻ്റെ പേര് അജീഷ്. നിങ്ങൾ ഈ ബസ് അപകടം കഴിഞ്ഞ ഉടനെ ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ട് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒച്ചപ്പാടായിട്ടാണ് ഇവിടുന്ന് ആൾക്കാരിങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ എന്താ സംഗതി ഞാനും പോയി. അപ്പോൾ ഇവിടുന്ന് കാക്ക വിളിച്ച് പറയുന്നുണ്ട്, ഒരു കാക്ക നമ്മൾ അയൽവാസി ബസ് മറിഞ്ഞു പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാഞ്ഞു പോയത്. അപ്പോൾ പോയി നോക്കുമ്പോൾ ബസ്സിൽ നിന്ന് നേരെ കുണ്ടിക്ക് ഇറങ്ങി ബസ് തട്ടിയാണ്ട് വന്ന്. പിന്നെ ഞങ്ങൾ ഇറങ്ങി ചെന്ന് അപ്പോൾ മൂപ്പര് മോനുണ്ടായിരുന്നു. മോനെ പെട്ടെന്ന് എടുക്കാൻ കിട്ടി. മൂപ്പര് പിന്നെ സ്റ്റെയറിംഗ് ഒക്കെ വന്ന് മുന്നോട്ട് വന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുറത്തെടുക്കാൻ. എടുത്തപ്പോൾ തന്നെ നല്ലോണം പരിക്കുണ്ടായിരുന്നു മൂപ്പർക്ക്. ബ്ലഡൊക്കെ മൂക്ക് കൂടി വായിക്കൂടെ ബ്ലഡ് നല്ലോണം വന്ന് നല്ല പരിക്കുണ്ട്. ഞങ്ങൾ നാട്ടുകാരൊക്കെ അപ്പം തന്നെ കൂടി എല്ലാവരും പെട്ടെന്ന് വന്ന് കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാവരും കൂടി നല്ല കാറ് ചരിച്ചിട്ടാണ്ട് പെട്ടെന്ന് മൂപ്പരെ എടുത്ത് പുറത്തേക്ക് ആക്കിയാണ്ട് പിന്നെ അപ്പോഴേക്കും ആംബുലൻസ് വന്നാണ്ട് ആംബുലൻസ് 3-4 ആംബുലൻസ് വന്നുകൊണ്ട് ആംബുലൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കിട്ടിയൊരു വണ്ടിയിൽ കയറ്റി പോയതാണ്. ഈ ബസ്സിലെ പരിക്കുകളാണ് ബസ്സിലെ ആൾക്കാർ പെട്ടെന്ന് ഈ ഇറക്കത്തേക്ക് പെട്ടെന്ന് പോയതുകൊണ്ടേ നിന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ മുഖത്തൊക്കെ ഇങ്ങനെ കമ്പി അടിച്ച ചെറിയ ചെറിയ പരിക്കുകളുണ്ട് 2-3 ആൾക്കാർക്ക്. പെട്ടെന്ന് പിന്നെ എല്ലാവരും കൂടി കൂടിയാണ്ട് വേഗം പെട്ടെന്ന് ആംബുലൻസ് വന്നുകൊണ്ട് എല്ലാവരും കയറ്റി പോയി. എന്തായാലും വലിയൊരു അപകടം അതെ പോയി. കാരണം ബസ് എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ നമ്മൾ കാര്യങ്ങൾ പെട്ടെന്ന് എത്തിക്കാൻ കഴിയൂല. കറക്റ്റ് എത്ര സമയത്താണ് ഇത്? കറക്റ്റ് സമയത്ത് ഒരു 10 ആ സമയത്ത് തന്നെയാണ് സംഭവിച്ചത്. ബസ് അവിടെ നിന്ന് അരീക്കോട് നിന്ന് എടവണ്ണപ്പാറയ്ക്ക് പോകുമായിരുന്നു.
മൂപ്പര് ഹോസ്പിറ്റൽ കേസ് എന്തോ കോഴിക്കോട് നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമായിരുന്നു. ഒരു വളവുമാണ്, വെയിലിൻ്റെ അതുകൊണ്ട് ഉറങ്ങിപ്പോയതാണ് എന്താണെന്നുള്ള അറിയില്ല. കാരണം നല്ല പരിക്ക് മൂപ്പർക്ക് നല്ലോണം പരിക്കുണ്ടായിരുന്നു. കാരണം ഇനോവ പോലെയുള്ള ഒരു വണ്ടിക്ക് തട്ടിക്കഴിഞ്ഞാൽ സാധാരണ എയർ ബാഗ് വരേണ്ടതാണ്. പക്ഷെ ആ വണ്ടിക്ക് എയർ ബാഗ് വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ എയർ ബാഗ് ഉണ്ടെങ്കിൽ മൂപ്പരെ പരിക്കിന് കുറച്ച് നല്ല ആക്കുണ്ടാവും. കാരണം എയർ ബാഗ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ആ പരിക്കിലുണ്ട്. കാരണം എയർ ബാഗ് ഇനോവയ്ക്ക് എയർ ബാഗ് വന്നിട്ടില്ല അത് പുറത്തേക്ക്. ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് ആയതാണോ എന്നുള്ള അറിയില്ല. എയർ ബാഗ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മൂപ്പര് പരിക്ക് ഇത്ര ഉണ്ടാവില്ല. തലഭാഗം ഇവിടുത്തെ മുഖത്തും കാര്യമായിട്ട് തലയ്ക്കൊക്കെയാണ് പരിക്ക് നല്ലോണം വന്നത്. തലൻ്റെ ഭാഗത്താണ് നല്ല പരിക്ക് വന്നത്.